ചാനലാണ് നിങ്ങൾക്ക് രാജ്ഭവനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? രാജ്ഭവന്റെ തിരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഇനി ഞങ്ങൾ അത് ഉപയോഗിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് രാജ്ഭവൻ നടത്തിയ കമ്മ്യൂണിക്കേഷൻ, ഈ രണ്ട് കമ്മ്യൂണിക്കേഷൻ കൂടെ കാണിച്ചു തരണം. ആനയെ പേടിയില്ല, പിന്നെയാണോ ആനപ്പട്ടത്തെ പേടിക്കണത്? ഈ 6 ഏക്കർ ആരാ ഈ ഗവർണർമാര്? ഞങ്ങൾ വലിയ കാര്യമൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ഈ വർത്താനം പറഞ്ഞ യോഗ്യനുണ്ടല്ലോ, ആ യോഗ്യൻ BJP-യിലായിരുന്നപ്പോഴാണ്, കോൺഗ്രസിലായിരുന്നപ്പോഴല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. രാജ്ഭവനില് RSSന്റെ തലവന് വിരുന്ന് കൊടുത്തൊരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. പാതിരാത്രിയിൽ അയാളെ കാണാൻ പോയ, തലവനെ കാണാൻ പോയ ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് കടലാസിൽ എഴുതി കൊടുത്ത് സെനറ്റിൽ കയറിയവരാണ് കോൺഗ്രസ്, സെനറ്റിൽ കയറിയവരാണ് ലീഗ്. ഞങ്ങൾ എഴുതാൻ പോയിട്ടില്ല. സിൻഡിക്കേറ്റിലും സെനറ്റിലും BJP-യുടെ കൂടെ RSSകാരൻ തീരുമാനിച്ചവരുടെ കൂടെ ഗവർണറുടെ കയ്യിൽ KPCC ലിസ്റ്റ് എഴുതി കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളോട് കടലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാന്യന്മാര്. എന്നിട്ട് നിങ്ങളുടെ ആളുകള് സെനറ്റിൽ കയറി, നിങ്ങളുടെ ആളുകൾ സിൻഡിക്കേറ്റ് നുഴഞ്ഞു കയറി. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒത്താശയില് യുദ്ധം ഞങ്ങൾ ചെയ്തപ്പോ, ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ ആരുടെ കൂടിയാണ്? നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെ. ഇപ്പൊ 6 ഏക്കർക്ക് മുമ്പിൽ പ്രതിഷേധമായിട്ട് ആരാ വന്നത്? SFI, DYFI. എവിടെ പോയി KSU? എവിടെ പോയി യൂത്ത് കോൺഗ്രസ്? എവിടെ പോയി കോൺഗ്രസ് പാർട്ടി? നിങ്ങൾ ഈ വർത്തമാനത്തിൽ വല്ല ആത്മാർത്ഥതയുണ്ടോ? ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുക, വല്ല ആത്മാർത്ഥതയുണ്ടോ? തെരുവിലാണ് പോരാട്ടം. കേരളത്തിന്റെ പോരാട്ടം തെരുവിലാണ്. 6 ഏക്കർക്കെതിരായി, ഈ കാവ്യ ഗവർണർക്കെതിരായി തെരുവിലാണ് ഞങ്ങളുടെ പോരാട്ടം. ആ പോരാട്ടം നടത്തുമ്പോൾ ഒരു മന്ത്രി നേതൃത്വം കൊടുത്തു. LDF-ലെ മന്ത്രിമാർക്ക് ഭാരതാംബയോടുള്ള വിയോജിപ്പിന്റെ കാരണമായി ഇന്ന് BJP നേതാക്കൾ ഉയർത്തി കാണിച്ചത്, ഒന്ന്, നിങ്ങൾ ചങ്കിൽ ചൈന കൊണ്ടു നടക്കുന്നവരാണ്, അതുകൊണ്ട് ഭാരതാംബയെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോ ശ്രീ യുവരാജ് ഗോകുൽ ഈ ചർച്ചയിൽ പറഞ്ഞത് മന്ത്രി V. ശിവൻകുട്ടി തറ നിലവാരത്തിൽ പ്രതികരിച്ചത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് വലിയ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ്. അവരുടെ നിലവാരമൊന്നും എനിക്കില്ല, അതുകൊണ്ട് ആ നിലവാരത്തിൽ വർത്താനം പറയാൻ പറ്റില്ല. തന്റെ ഇടത്തോടെ പ്രതികരിച്ചൊരു വിദ്യാഭ്യാസ മന്ത്രി. എന്താ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത്? എന്താ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? ഭരണഘടനാപരമല്ലാത്തൊരു കാര്യം അവിടെ കണ്ടാൽ ആ ഗവർണർ വീട്ടിൽ പോയി ചെയ്താമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നിരിക്കുന്നത്. നിലവാരമില്ലാത്തൊരു 6 ഏക്കർ. അവിടെയാണ് ഞാൻ പറയുന്നത്, ചൈനയാണോ ഞങ്ങളുടെ ചങ്കിൽ? നരേന്ദ്രമോദിയുടെ PM കെയർ ട്രസ്റ്റ് ചൈനയിൽ നിന്ന് എത്ര കോടി കിട്ടി? എന്റെ വെല്ലുവിളിക്കുന്ന ചോദ്യം, ധൈര്യമുണ്ടോ വെളിപ്പെടുത്താൻ? ചൈനീസ് കമ്പനികളിൽ നിന്ന് PM കെയർ ട്രസ്റ്റ് കാശണ്ണി വാങ്ങിയിട്ട് വിഴുങ്ങിയ ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിലെ ഗവൺമെന്റ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കർണാടകത്തിലെ BJP-യുടെ ഗവൺമെന്റ് ചൈനയുടെ കമ്പനിയിൽ നിന്നാണ് PP കിറ്റ് വാങ്ങിച്ചത്. എത്ര എണ്ണത്തിനാ വില? 2000 രൂപയ്ക്ക്. എത്ര കൊല്ലം? 2 കോടി. 2 കൊല്ലത്തേക്ക് എത്ര കോടി രൂപയുടെ കച്ചവടം നടത്തി? CNN റിപ്പോർട്ടിൽ കമ്പനി A, കമ്പനി B, ഏത് കമ്പനി? ചൈനയുടെ കമ്പനി. ചൈനയിൽ നിന്ന് കിട്ടുന്നതെല്ലാം വെട്ടി വിഴുങ്ങുന്ന BJP എന്ന് പറയുന്ന പാർട്ടി. മനസ്സിലാക്കണം. അതുകൊണ്ട് ചങ്കിലൊക്കെ ചൈന എന്നൊക്കെ പറഞ്ഞാല് നിങ്ങളാണ് കള്ളന്മാർ, നിങ്ങളാണ് അഴിമതിക്കാർ. ആ അഴിമതിക്കാരുടെ കള്ളന്മാരുടെ നിലവാരമല്ല V. ശിവൻകുട്ടി എന്ന അഭിമാനിയായ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയും. അതാണ് ഞങ്ങളുടെ കരുത്ത്. തെരുവിൽ കാണാം. നിങ്ങളുടെ ഭാരതാംബയായിട്ട് കൊണ്ടുപോവാ. അതവിടെ ഇരിക്കുന്നത് ആരെയാണ് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുന്നത് ഇന്നും നാട്ടിൽ ഇറങ്ങിയിട്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും പലതായിട്ട് വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ്. ഇന്ത്യ രാജ്യം പലതായിട്ട് വിഭജിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞോ? വിഡ്ഢിത്തരം പറയരുത്. എന്തൊരു വിഡ്ഢിത്തരം? നിങ്ങൾ തിരുവിതാംകൂറിലെ ഒരു പുന്നപ്ര വേലാണെന്ന് കേട്ടിട്ടുണ്ടോ? സ്വതന്ത്ര തിരുവിതാംകൂർ ആരാ പറഞ്ഞത്? സ്വതന്ത്ര തിരുവിതാംകൂർ പറഞ്ഞത് CP രാമസ്വാമയ്യര്. ആ CP രാമസ്വാമയ്യരെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്ത ആളാണ് സവർക്കർ, നിങ്ങളുടെ നേതാവ് സവർക്കർ. എന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു സ്റ്റേറ്റ് ആണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞ ആളാണ് സവർക്കർ. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3000-ഓളം കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുതള്ളി CP രാമസ്വാമയ്യർ പെട്ടാളൂ. ഞങ്ങൾ എന്താ പറഞ്ഞത്? സ്വതന്ത്ര തിരുവിതാംകൂർ അറബിക്കടലിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകണം. ഇന്ത്യയുടെ ഭാഗമാകാൻ വേണ്ടി 3000 കമ്മ്യൂണിസ്റ്റുകാര് മരിച്ചു വീണ കേരളത്തിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വ്യാജ ചരിത്രം ഉണ്ടാക്കുന്നത്. അപ്പോഴെല്ലാം ബ്രിട്ടീഷുകാരന്റെ കാല് തിരുമ്പി കാല് തേഞ്ഞു പോയ, കൈ തേഞ്ഞു പോയ കൂട്ടരല്ലേ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് പങ്കുണ്ടോ? നിങ്ങൾ ചരിത്രം പഠിക്കണം. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന കവിതയിലെ 2 സ്റ്റാൻസുകൾ നിരോധിച്ചിട്ടുണ്ടോ? നിരോധിക്കാൻ കാരണം എന്താണ്? നിരോധിക്കാൻ കാരണം 1875-ൽ ആനന്ദമഠം എന്ന നോവലിനകത്ത് അത് തിരികെ കയറ്റുമ്പോൾ, അത് കടന്നു വരുമ്പോൾ അതിലെ 2 സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കി. അവസാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ആ നിരോധിക്കാൻ കാരണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഗവർണറും രാജ്ഭവനും വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഈ രാജ്യത്തെ ജനസമൂഹങ്ങളെ ഒരുമിപ്പിക്കാനല്ല, ഭിന്നിപ്പിക്കാനാണ് ബിംബത്തെ ഉപയോഗിക്കുന്നത്. ഭരണഘടനാ ബാഹ്യമായ ബിംബങ്ങളെ ഭാരതത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് ഒളിച്ചു കടത്താൻ വേണ്ടി രാഷ്ട്രപതി ഭവനോ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ വസതികളോ ഇവിടുത്തെ രാജ്ഭവനുകളോ ദുരുപയോഗിക്കപ്പെട്ടാൽ അതിനെതിരായ അതിശക്തമായ പോരാട്ടം രാജ്യത്തെ ജനാധിപത്യവാദികൾ നടത്തും. ഞങ്ങളുടെ കയ്യിൽ ഭരണഘടനയാണുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ദേശീയ പതാകയാണുള്ളത്. ആ ഭരണഘടന സംരക്ഷിക്കാനും ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ അടിത്തറ സംരക്ഷിക്കാനുമുള്ള ധീരമായ പോരാട്ടത്തിനാണ് കേരളം നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ പോരാട്ടം, ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരിന്റെ പോരാട്ടം, കേരളത്തിലെ SFI നടത്തുന്ന പോരാട്ടം, വിദ്യാർത്ഥികൾ നടത്തുന്ന പോരാട്ടമെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം RSS മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന ആഖ്യാനത്തിനെതിരുമാണ്. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞു, രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ആ ഭാരതമാതാവിന്റെ ചിത്രത്തില് ഒരു ദേശീയ പതാകയാണ് ആ സ്ത്രീയെ പിടിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സമ്മതിക്കാമായിരുന്നു. അത് സൗകര്യപ്പെടില്ല എന്നാണ് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും സന്ദീപ് വാര്യർക്ക് പണ്ടൊരു ഓർമ്മയുണ്ടല്ലോ, അതിന്റെ മുന്നിലെ വിളക്ക് കൊളുത്തിയ ഓർമ്മയുണ്ടല്ലോ. ആ ഓർമ്മ വെച്ചായിരിക്കും തൽക്കാലം കോൺഗ്രസിലേക്ക് വന്നുകൊണ്ട് കോൺഗ്രസിന്റെ നിറവുള്ളൊരു കൊടി പിടിപ്പിച്ച ഭാരതാംബയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് സന്ദീപ് വാര്യർ പറയുന്നതിന് ഒരു ചരിത്രം കൂടിയുണ്ട്. നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പതാക ഉയർത്തിയില്ല എന്നൊരു ആരോപണം ഉയർന്നു വന്നു. നെഹ്റു അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ RSSന്റെ കൊടിയോ അല്ലെങ്കിൽ ഭഗവത് ധ്വജോ ഉയർത്തിയിട്ടുണ്ട്. ഇതായിരുന്നു മറുപടി. അതുകൊണ്ട് ആർലേക്കർക്ക് മുമ്പും ഈ പണി ചെയ്ത ഒരാളാണ് ശ്യാമപ്രസാദ് മുഖർജി, ജനസംഘം സ്ഥാപിച്ച ആളാണ്. അദ്ദേഹം K. സുധാകരൻ പറഞ്ഞ പോലെ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വല്ലാത്തൊരു വിഷമമുള്ള കാര്യങ്ങളല്ല. നമുക്കറിയാമല്ലോ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഇതേപോലെ ഭാരത മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് RSS വെക്കുന്ന ഒരു ചിത്രം, അതിലൊരു കൊടി, അതിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന സതീശന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമതൊന്നും ആലോചിക്കാതെ വിളക്ക് കൊളുത്തിയ ഒരാളാണ് VD സതീശൻ. അപ്പോൾ ഇവിടുത്തെ UDF ആകട്ടെ, ഇവിടുത്തെ BJP ആവട്ടെ, ഇവയെല്ലാം പൊതുവിൽ പങ്കിടുന്ന ഒരു തലമുണ്ട്. ആ തലം എന്ന് പറയുന്നത് മതരാഷ്ട്രീയത്തിന്റെ തീവ്രവും അതുപോലെ തന്നെ മിതവുമായ വാദങ്ങളോട് ചേർന്നിട്ടാണ് ഇന്ത്യ ചരിത്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അത് ബാലഗംഗാധര തിലകൻ മുതലുള്ള ചരിത്രം നമുക്കെടുക്കാൻ ഞാൻ ആ ചരിത്രപരതയിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആർലേക്കറോടുള്ള തർക്കം. ഇവിടെ ചില ആളുകൾ പറയുന്നു വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതിന് പകരം അദ്ദേഹം ഇക്കാര്യത്തിൽ പാലിച്ചിട്ടുള്ള മൗനം എന്ന് പറയുന്നത് ഈ ഗവർണർ RSSും BJPയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനായതുകൊണ്ടാണ് തുടക്കത്തിൽ ഈ സമയം വരെ മുഖ്യമന്ത്രി മൗനം പാലിച്ചത്. മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു കാര്യം കേന്ദ്ര സർക്കാരുമായി സാധിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ 5 കൊല്ലമായിട്ടും ഈ നുണ പറഞ്ഞു തീർന്നില്ലേ? നിങ്ങൾക്ക് ഈ 5 കൊല്ലമായിട്ടും നുണ പറഞ്ഞ് അവസാനിച്ചിട്ടില്ലേ? നിങ്ങൾ എത്രയോ നേതാക്കന്മാർ നിങ്ങളുടെ കോടതികളിൽ പോയി, ഏതെല്ലാം സ്ഥലത്ത് പോയി മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ഓരോ ചർച്ചയ്ക്കകത്തും മലിനമായ നാക്കുകൊണ്ട് ഇത്തരം ഒരു ആഖ്യാനം നിങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താണ് ഒത്തുതീർപ്പ്? ഞങ്ങൾ ഇലക്ട്രൽ ബോർഡ് വാങ്ങിച്ചു കൊടുത്തോ BJPക്ക്? CPMന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇലക്ട്രൽ ബോർഡ് BJPക്ക് വാങ്ങിച്ചു കൊടുത്തോ? അത് വാങ്ങിച്ച് വിഴുങ്ങിയിട്ട് ഏതെങ്കിലും കേസുകൾ ഇന്ത്യ രാജ്യത്ത് BJP ഒഴിവാക്കി കൊടുത്തൊരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടോ? കേട്ടതെല്ലാം ഏത് കുടുംബത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, അത്തരം ഒരു കാര്യത്തിലും ഞങ്ങളെ തൊടില്ല. അത് ആർലേക്കറല്ല, 1000 ആർലേക്കർമാർ വന്നാലും, 1000 മൂതിമാർ വന്നാലും ഒരു ചുക്ക് ഞങ്ങളെ ചെയ്യില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അതിന്റെ കുടുംബാംഗങ്ങളെയും ഒരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് ആധികാരികമായി 1000 തവണ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ആദ്യം കൃഷിമന്ത്രി P. പ്രസാദ് പ്രതിഷേധിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന സംഭവം ഉണ്ടായപ്പോൾ രാജ്ഭവനെ കൃത്യമായും സർക്കാരിന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇനി ഇത് നടക്കില്ല എന്ന് കർശനമായി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതില്ല എന്ന തോന്നൽ ബലപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു, രാജ്ഭവനിൽ ഇനി ആ ചിത്രം വെക്കില്ല ഔദ്യോഗിക പരിപാടികളിൽ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ പിറ്റേ ദിവസം മന്ത്രി ശിവൻകുട്ടി ചെല്ലുമ്പോൾ അതേ ചിത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം രാജ്ഭവനോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ ഇത് വ്യക്തമാക്കുന്നത്? അതെ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് സംഭവം. സർക്കാരിന്റെ ഒരു പരിപാടി രാജ്ഭവന് വെക്കുന്നു. രാജ്ഭവന് വെക്കുന്ന പരിപാടിയുടെ ടൈം ടു ടൈം നോട്ടീസ് നമ്മൾ രാജ്ഭവനിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടുന്നു. അത് പരിശോധിക്കുമ്പോഴാണ് അവിടെ ഒരു പുഷ്പാർച്ചനയെ കുറിച്ച് വിവരം അറിയുന്നത്. അപ്പൊ തന്നെ ഗവൺമെന്റ് നിലയ്ക്ക് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതില്ലാതെ ചടങ്ങ് പാടില്ല എന്ന് രാജ്ഭവൻ ഉറച്ചു നിന്നു. സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ രാജ്ഭവനെ ബഹിഷ്കരിച്ചു. കൃഷിമന്ത്രിയുടെ പരിപാടി, കൃഷി വകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്നാണോ വിഡ്ഢികൾ പറയുന്നത്? പരമവിഡ്ഢികൾ. ഭരണഘടനയിൽ ഇല്ലാത്തതായ ഒരു ബിംബത്തെ സർക്കാർ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്ന് മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രി രാജ്ഭവനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ പറയുന്ന പോലെയല്ല അറിയിക്കുന്നത്. ചെവിയുടെ കുറ്റിക്ക് അടിക്കുന്നത് എഴുതി കൊടുത്തിട്ട് വേണം. നിങ്ങൾ ഒരാളുടെ ചെവിയുടെ കുറ്റിക്ക് ഒരു അടി കൊടുക്കാൻ പോകണം, എഴുതി കൊടുക്കണം. ചെവിയുടെ കുറ്റിക്ക് അടിക്കുന്ന കൊടുക്കണ്ട.
അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ അല്ലെ ചെവിയുടെ കുറ്റിക്ക് അടിക്കാൻ പോവുകയാണെന്ന് എഴുതി കൊടുക്കുന്നില്ല, അടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നാമത്തെ അടി എന്താണെന്ന് വെച്ചാൽ കൃഷി വകുപ്പിന്റെ പരിപാടി മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് അവിടേക്ക് മാറ്റി, അവിടുന്ന് പുറത്തേക്ക് മാറ്റി. അതോടുകൂടി ഗവർണറെ സർക്കാർ ബഹിഷ്കരിച്ചു. കേരള ഗവർണറെ കേരള സർക്കാർ ബഹിഷ്കരിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഈ പ്രതിപക്ഷത്തിനില്ലേ? ഈ വിഡ്ഢിത്തരം വിളമ്പുന്ന ആളുകൾക്കില്ലേ? എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് സർക്കാരിന്റെ നിലപാടെന്താ വ്യക്തമാക്കിയത്? ബഹുമാനപ്പെട്ട പി പ്രസാദ് കൃത്യമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി മാറ്റിയത്. പത്രസമ്മേളനം നടത്തി, മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് വെളിപ്പെടുത്തി. അതിനുശേഷം വീണ്ടും സർക്കാർ പരിപാടി അവിടെ വന്നപ്പോഴാണ് അടുത്ത പടിയിലേക്ക് കടക്കേണ്ട ഘട്ടമായി. എന്താണ് അടുത്ത പടിയിലേക്ക് കടക്കേണ്ട ഘട്ടം? കേരള മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, രാജ്ഭവനെ RSSന്റെ ശാഖയാക്കരുത്. RSSന്റെ ശാഖയാക്കരുതെന്ന്, രാജ്ഭവനെ ആക്കരുതെന്ന് പറയുന്നത് രഹസ്യമായ പരിപാടിയാണോ? നിങ്ങൾ എന്ത് രഹസ്യമാണ് അതിൻ്റെ അകത്തുള്ളത്? ഒന്ന്, ഗവർണർ തെറ്റായൊരു കാര്യം ചെയ്തപ്പോൾ കൃഷി വകുപ്പ് പരിപാടി മാറ്റി, നമ്പർ 1. നമ്പർ 2, ആ രാജ്ഭവനിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ തെറ്റാണ് എന്ന് കേരള മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു, പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നമ്പർ 2. നമ്പർ 3, അനുചിതമായ ഭരണഘടനാപരമല്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കില്ല എന്ന് ഗവർണർ കേരള സർക്കാരിനോട് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഗവർണർ വാക്കു തെറ്റിച്ചു. അവിടെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് പരിപാടി, ഞാൻ പറയട്ടെ, എന്ത് നിങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചോണ്ടത്, ഈ എന്റെ വിശദീകരണം ആരും കേൾക്കൂലല്ലോ, അത് കേൾക്കേണ്ടെന്നൊരു നിർബന്ധമുണ്ട്, എനിക്ക് വിരോധമില്ല. എന്താ സംഭവിച്ചത്? സർക്കാരും രാജ്ഭവനും തമ്മിൽ ട്രാൻസാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് രാജ്ഭവൻ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് സർക്കാർ. അതാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി അവിടെ വി ശിവൻകുട്ടി പരിപാടി, സർക്കാർ പരിപാടി വെക്കുന്നു. അവിടെ ഗവർണർ ഇപ്രകാരം ഒരു ചിത്രമായിട്ട് വന്നില്ലെങ്കിൽ ശിവൻകുട്ടി ബഹിഷ്കരിക്കുമോ? അപ്പൊ എന്താണ്? പി പ്രസാദ് പരിപാടി പുറത്തേക്ക് കൊണ്ടുപോയെങ്കിൽ വി ശിവൻകുട്ടി എന്ത് ചെയ്തു? ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഗവർണറുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഗവർണറോട് പറഞ്ഞു, ഈ പരിപാടി കാണിക്കുന്ന വൃത്തികേടിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല, അതുകൊണ്ട് ബഹിഷ്കരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. പ്രവൃത്തി കൊണ്ടാണ് നേരിട്ടത്. അതാണ് ചെകിട്ടത്തടിച്ചത്. നിങ്ങൾ പറയുന്ന പോലെ കേരളത്തിലെ സർക്കാരും രാജ്ഭവനുമായിട്ട് ഒരു തരത്തിലുമുള്ള മറ്റൊരിടപാടുകളുമില്ല. നേരെ പറയാനുള്ളത് നേരെ പറഞ്ഞു പോകാൻ തന്റെ ഇടമുള്ളൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. RSSന്റെ കാര്യാലയമായിട്ടോ ശാഖയായിട്ടോ രാജ്ഭവൻ മാറ്റരുതെന്ന് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി പറയുമോ? പിണറായി വിജയൻ അല്ലാതെ ഒരു മുഖ്യമന്ത്രി പറയുമോ? നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ RSS ഇന്ത്യ രാജ്യം കീഴടക്കി നിങ്ങൾ കാര്യാലയം പറയുന്നതിനപ്പുറത്ത് എന്ത് വേണം? അതുകൊണ്ട് നിങ്ങൾ പറയണ പോലെ ഞങ്ങളുടെ വഴി ഞങ്ങൾ തീരുമാനിച്ചോളാം. ജനത്തോടാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. ഗവർണറോട് മുഖത്തടിച്ച മറുപടി പറയാൻ തന്റെ ഇടമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പോലും പാലിക്കാതെ മന്ത്രി ഇറങ്ങിപ്പോയത് ബോധപൂർവം ഒരു നാടകം സൃഷ്ടിക്കാനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം എന്നുള്ളതാണ് ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത്. വിഡ്ഢിത്തരം പറയുമ്പോൾ ഇങ്ങനെ രണ്ടു കൂട്ടർ ഒരുമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. CPM നാടകം കളിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് അതിനാരാണ് CPMനെ സഹായിക്കുന്നത്? ആർലേക്കർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് അവിടെ ഒരു പരിപാടി നടത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പോടെ പരിപാടിക്ക് ചെല്ലുമ്പോൾ അംഗീകരിക്കപ്പെട്ട പരിപാടിയിൽ ഇല്ലാത്തൊരു കാര്യം ഗവർണർ ചെയ്യാൻ വേണ്ടി അവിടെ ഈ പറയുന്നൊരു സാധനം അവിടെ വെക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ അത് ഒരു നാടകമാക്കാൻ തക്കവണ്ണം ഗവർണറാണ് മുൻകൈ എടുക്കുന്നത്. എന്നിട്ട് CPMനോട് പറയുകയാണ്, മന്ത്രിയോട് പറയുകയാണ്, അത് ഇപ്പം തന്നെ നാടകം കളിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോക്കോ. ഇത് നിങ്ങൾ വിശ്വസിച്ചോ? ഈ വിഡ്ഢികളൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അതെല്ലാം വിശ്വസിക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഏത് ലോകത്താണ് ജീവിക്കുന്നത്? രാജ്ഭവനാണോ നാടകം കളിക്കാൻ CPMന് സഹായകരമായത്? CPM ഒരു നാടകം കളിക്കാൻ വേണ്ടി രാജ്ഭവൻ വിട്ടു തന്നിരിക്കുകയാണോ? നമ്മൾ എന്തൊക്കെയാണ് ഒരു ചർച്ചയിൽ പറയണത്? എന്നിട്ട് എനിക്ക് വികാരമാണ്. എന്താ വികാരം? വിവേകാനന്ദ സ്വാമികൾ അവിടെ വെച്ചെടുത്ത് ഉന്നയിക്കുന്ന ഒരു വാദം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ കടന്നു വരുന്നത് തന്നെ മദർ ഓഫ് ഓൾ സിവിലൈസേഷൻസ് ആണെന്നാണ് അദ്ദേഹം ഭാരതത്തെ വിവിധ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ചു പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം 1897 പറയുകയും ചെയ്തു, നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും മറന്നേക്കും, അവിടെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ പേര് പറഞ്ഞു, ചിക്കാഗോ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആ പ്രസംഗത്തിൽ ഒരു വരി ഞാൻ പറയാം. ലോകത്തെ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട മണ്ണാണ് ഭാരതം. ഞങ്ങളുടെ ഭാരതത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ, പുറന്തള്ളൽ എന്നൊരു പദം, ആ പദമില്ലാത്ത ഭാഷയാണ് എൻ്റെ രാജ്യത്ത് സംസ്കൃത ഭാഷ. പറയുന്ന ആളുടെ പേരാണ് വിവേകാനന്ദൻ. എക്സ്ക്ലൂഷൻ, പുറന്തള്ളൽ, മതപരമായ പുറന്തള്ളൽ വേണം. ഹിന്ദുത്വത്തിന്റെ ഭാഗമായി അല്ലാത്ത മുഴുവൻ പേരെയും രാജ്യത്ത് നിന്ന് പുറന്തള്ളണം എന്ന് വാദിക്കുന്ന സവർക്കർ, എന്ന് വാദിക്കുന്ന ഗോൾവാക്കർ, എന്ന് വാദിക്കുന്ന RSS, എന്ന് വാദിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം. ആ പുറന്തള്ളൽ എന്ന് പറയുന്നത് നടപ്പാക്കുന്നവരോട് വിവേകാനന്ദന്റെ പേര് പറയുക. പിന്നെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു.
അത് ശരിക്കും വെടിവെച്ച് കൊന്നവരുണ്ട്, ചെറുതായിട്ട് വെടിവെച്ച് കൊന്നവരുണ്ട്. ഈ രണ്ടു കൂട്ടരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഗാന്ധിയെ വെടിവെച്ച് കൊന്നു, രാഷ്ട്രപിതാവിനെ സ്വരാജ് എന്നിട്ട് അയ്യോ മാതാവേ 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 എന്ന് പറഞ്ഞു കിടക്കുക. ഇന്ത്യ ഉണ്ടാക്കുന്ന അതെ ഇന്ത്യ ഉണ്ടാക്കിയ അതാ പറഞ്ഞേ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭാരതത്തെ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അതെ അപ്പൊ അടുത്തിരിപ്പുണ്ടല്ലോ കേട്ടത്, ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. ആരെ വെടിവെച്ച് കൊന്നത്? മറ്റൊരു ശരിക്കും വെടിവെച്ച് കൊന്നു. രണ്ടു കൂട്ടരും ഗാന്ധിയെ കൊന്നുകൊണ്ടിരിക്കുക. ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് അതിഥികളെ നിർബന്ധിച്ചിരുന്നില്ല. മന്ത്രിക്ക് വേണമെങ്കിൽ നേരെ പോയി വേദിയിൽ ഇരിക്കാമായിരുന്നു, എങ്കിൽ പിന്നെ അത് ചെയ്താൽ പോരായിരുന്നു. കൃത്യമായിട്ട് ഉത്തരം പറയാം. സർക്കാരുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പരിപാടിയിലും ഇപ്രകാരം RSSന്റെയോ BJPയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. സർക്കാർ ഒരു പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചാൽ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്ന സർക്കാരാണ് അതിൽ അഭിപ്രായം പറയേണ്ടത്. നമ്മുടെ നാട്ടിൽ രാജ്ഭവൻ എന്ന് പറയുന്ന ആദ്യം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. രാജ്ഭവൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയതാ. ആ ഉണ്ടാക്കിയ രാജ്ഭവനിലെ പ്രോട്ടോകോളിനകത്ത് ഇങ്ങനെ RSSന്റെ ഈ ഇതുപോലത്തെ സാധനമായിട്ട് വരാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ വരാൻ പറ്റുമെന്ന് എഴുതി വെക്കാത്തടത്തോളം കാലം അങ്ങനെ ഒരാൾ അതുമായിട്ട് പറയാൻ തന്റെ രണ്ടനുഭവം ഉണ്ടായി. ഇനി അനുഭവം ഉണ്ടായാൽ അനുഭവം ഉള്ളപ്പോ ഇതിനേക്കാൾ പ്രോട്ടോകോൾ ഒന്നുമില്ല, ഇതിനേക്കാൾ കടുത്ത പ്രതികരണം വരും. ആറിലേക്കറോട് പറയാണ്, ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അതിനേക്കാൾ കടുത്ത പ്രതികരണം വരും, വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇത് മതനിരപേക്ഷ ഇന്ത്യയുടെ അഭിമാനകരമായ മതനിരപേക്ഷതയുടെ കൊടി ഉയർത്തുന്ന പ്രശ്നമാണ്, ഭരണഘടന ഉയർത്തുന്ന പ്രശ്നമാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ്.